മോഡി കെയറിലെ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ഞാൻ ഈ മോഡി കെയറിൽ വന്നതിന് ശേഷം ഇത്രയും അതിശയത്തോടെ കണ്ടിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് യഥാർത്ഥത്തിൽ മോഡി കെയറിലില്ല. ഇന്റലക്റ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. ന്യൂസിലൻഡിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണിത്. വണ്ടർഫുൾ പ്രോഡക്റ്റ്, എല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റാണ്. അപ്പൊ അതെന്താണ് ആ പ്രോഡക്റ്റ്? ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്രോഡ് സ്പെക്ട്രം ആന്റി ഓക്സിഡന്റ് ആണ്. ശരീരത്തിന്റെ സ്വന്തമായിട്ടുള്ള രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും അതിനോടൊപ്പം ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ, ഡാമേജ്ഡ് ആയ കോശങ്ങളെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ആന്റി ഏജിങ് സപ്ലിമെന്റ് ആണ്. അങ്ങനെയുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രോഡക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ആന്റി ഓക്സിഡൻസ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഡാമേജ്ഡ് ആയ കോശങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ശരീരം ലക്ഷോപലക്ഷം പ്രവർത്തനങ്ങൾ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ പലതും ഡാമേജ് ആകാറുണ്ട്. നമ്മൾ കഴിക്കുന്ന മെഡിസിൻ കൊണ്ട് ഡാമേജസ് വരാറുണ്ട്. അങ്ങനെ ഡാമേജ്ഡ് ആയ അപൂർണമായ കോശങ്ങളെ പൂർണ്ണമാക്കാൻ, അതിൻ്റെ ഡാമേജ് പരിഹരിക്കാൻ പറ്റുന്ന ഘടകങ്ങളെയാണ് ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അത് പച്ചക്കറികൾ, ഫ്രൂട്ട്സിലൊക്കെ അടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇത് നമ്മൾ എല്ലാ ദിവസവും നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പം ആന്റി ഓക്സിഡന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഫ്രീ റാഡിക്കൽസിനെ അഥവാ ഡാമേജ്ഡ് ആയിട്ടുള്ള കോശങ്ങളെ റിപ്പയർ ചെയ്യാനും അഥവാ പൂർണ്ണമായി ഒഴിവാക്കാനും കഴിവുള്ള ഘടകത്തിനെയാണ് ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. ഇനി ഫ്രീ റാഡിക്കൽസ് എന്താണ്? അത് നമുക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം ഒന്നുകൂടെ വ്യക്തമാകുന്നത്. ഈ നമ്മൾ കഴിക്കുന്ന വെള്ളം, ഭക്ഷണം, ഇതൊക്കെ വളരെ പൊള്യൂട്ടഡ് ആണ്, അഡൾട്ടറേറ്റഡ് ആണ്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ദൈനംദിനമുള്ള ധാരാളം കെമിക്കൽ റിയാക്ഷൻസ്, ആ കെമിക്കൽ റിയാക്ഷൻസിന് എന്താ പറയുന്നത് അറിയാമോ? പറഞ്ഞോ. മെറ്റാബോളിക് ഫങ്ഷൻ. അത് തന്നെയാണ്, കറക്റ്റ്. മെറ്റാബോളിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിപ്പിച്ച് അതിനകത്ത് ന്യൂട്രിയൻസ് അബ്സോർവ് ചെയ്തിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം എത്തിക്കുക. നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ നിന്നുള്ള ഓക്സിജൻ അതുമൊക്കെ വേണ്ടുന്ന സ്ഥലങ്ങളിൽ ഓരോ ന്യൂട്രിയൻസ്, ഓരോ പോഷകങ്ങളും എത്തിച്ച് ബ്ലഡിനെ സർക്കുലേറ്റ് ചെയ്താണ് അത് എത്തിക്കുന്നത്. ആ സർക്കുലേറ്ററി സംവിധാനത്തിലൂടെ ചില കോശങ്ങൾ ഡാമേജ് ആവും. ഫ്രീ റാഡിക്കൽസ് ശരീരത്തിലുണ്ടാവും. ആ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കും. അതിനകത്തുള്ള ഒരു ഇലക്ട്രോണിനെ വലിച്ചെടുത്തുകൊണ്ട് ആ കോശങ്ങൾ ഡാമേജ് ആവും. ഈ ഡാമേജ് ആയ കോശം തൊട്ടടുത്തുള്ള കോശത്തെ നശിപ്പിക്കും. അങ്ങനെ ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് ഈ ഫ്രീ റാഡിക്കൽസിന് സാധിക്കും. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ കൂടിയാൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ സ്കിന്നിനെ ഡാമേജ് ചെയ്യും, ബ്രെയിൻ സെൽസിനെ ഡാമേജ് ചെയ്യും, ഓർമ്മശക്തി കുറയും. സ്കിന്നിനെ ഡാമേജ് ചെയ്യുമ്പോൾ നമുക്ക് ഏജ് പെട്ടെന്നായി പോകും. കണ്ണിന് ഡാമേജ് ചെയ്യും. അപ്പൊ കണ്ണിനെ ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ചശക്തി കുറയും. ഹാർട്ടിനെ ഡാമേജ് ചെയ്യും. ഈ ഫ്രീ റാഡിക്കൽസ് ആണ് കൂടുതലും ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. ആ ബ്ലോക്ക് ഉണ്ടാകാനുള്ള കാരണക്കാരനായിട്ട് ഫ്രീ റാഡിക്കൽസ് പല കോശങ്ങളെ ആക്രമിക്കുമ്പം അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ശരീരം ശ്രമിക്കും. ശരീരത്തിന്റെ പ്രിവെന്റീവ് സിസ്റ്റം ശ്രമിക്കും. ആ വൈറ്റ് സെൽസ് എല്ലാം കൂടെ
ഒരിടത്ത് അടിഞ്ഞുകൂടി അത് കട്ടിപിടിച്ചിട്ടാണ് ബ്ലോക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അതിന് കാരണമാകും. ലങ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, വയറ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ലിവറിനെ ഡാമേജ് ചെയ്യും. ഈ ഫ്രീ റാഡിക്കൽസ് കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കിഡ്നി ഡാമേജ് ആയിക്കഴിയും. ഫ്രീ റാഡിക്കൽസ് ആണ് യഥാർത്ഥത്തിൽ നമുക്ക് ഡയബറ്റിക് ഉണ്ടാക്കുന്നത്. കാര്യം പാൻക്രിയാസിലെ ബീറ്റാ സെൽസിനെ ഇത് ആക്രമിക്കും. ആക്രമിച്ചിട്ട് അവിടെ ഡാമേജ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക്, കൂടി ഡാമേജ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ശരിയായ രീതിയിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പാൻക്രിയാസിന് കഴിയില്ല. ബ്ലഡ് വെസൽസിനെ ഡാമേജ് ചെയ്യും. മൊത്തത്തിൽ നമ്മളുടെ രോഗപ്രതിരോധ ശക്തിയെ, പ്ലീഹ എന്ന് പറയുന്നൊരു അവയവമുണ്ട് നമുക്ക്, ആരും കൂടുതൽ പറയാത്ത അവയവമാണ്. യഥാർത്ഥത്തിൽ ആ പ്ലീഹയ്ക്കുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കുന്ന ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ്, അത് നിർമ്മിക്കുന്നത് ഈ പ്ലീഹയാണ്. അപ്പൊ അത് നിർമ്മിക്കാൻ സാധിക്കാതെ വരുമ്പോഴേ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി നശിച്ചു പോകും. ടോട്ടൽ നമ്മുടെ സിസ്റ്റത്തിന്, മസ്കുലർ സിസ്റ്റത്തിനെ വരെ ഡാമേജ് ചെയ്യും. മുട്ടില് കൂടുതൽ ഫ്രീ റാഡിക്കൽസ് ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ മുട്ടുവേദന ഉണ്ടാവും, നീർവീർക്കം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ ഓക്സിഡേറ്റീവ് ഡാമേജ് എന്നാ പറയുന്നതിന്, അത് നമ്മുടെ എല്ലാ ഓർഗൻസിന്റെയും പ്രവർത്തനത്തെ വളരെ എഗെയിൻസ്റ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. അപ്പൊ രോഗങ്ങൾ കൊണ്ട് നമ്മളെ പൊറുതിമുട്ടിക്കുന്ന, അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസിന് നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ആന്റി ഓക്സിഡൻസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നെല്ലാം മോചനം നേടാൻ കഴിയും. അപ്പൊ എൻസോജനോൾ എന്ന് പറയുന്ന, നമ്മുടെ ഇന്റലക്റ്റിലെ എൻസോജനോൾ എന്ന് പറയുന്ന ഘടകം ഈ ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള കഴിവ് അതിനകത്തുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പം ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള 3 പൊട്ടന്റ് ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് മോഡിക്കേറിന്റെ ഇന്റലക്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ആന്റി ഓക്സിഡന്റ് എന്ന് പറയുമ്പം സാധാരണ നിലയിലുള്ള ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന മിക്കവാറും ഉള്ള മോഡിക്കേറിന്റെ ഫുഡ് സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന മഞ്ഞളിൽ ആന്റി ഓക്സിഡന്റ് ഉണ്ട്, നമ്മൾ കഴിക്കുന്ന നോനിയിൽ ആന്റി ഓക്സിഡൻസ് ഉണ്ട്, നമ്മൾ കഴിക്കുന്ന തവിടെണ്ണയിൽ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അങ്ങനെ ധാരാളം പ്രോഡക്റ്റുകളുണ്ട്. പക്ഷേ അതൊക്കെ സാധാരണഗതിയിലുള്ള ആന്റി ഓക്സിഡന്റും ഒരു പൊട്ടന്റ് റേറ്റിലുള്ള ആന്റി ഓക്സിഡന്റുമാണ്. പക്ഷേ എൻസോജിനോൾ എന്ന് പറയുന്നത് ബ്രോഡ് സ്പെക്ട്രം ആന്റി ഓക്സിഡന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഡാമേജ്ഡ് ആയ ധാരാളം സെല്ലുകളെ ഒരുമിച്ച് ന്യൂട്രലൈസ് ചെയ്യാനും ഒരുമിച്ച് ആ കോശങ്ങളുടെ തകരാറുകളെ പരിഹരിക്കാനും കഴിയുന്നത്ര ആന്റി ഓക്സിഡന്റിന്റെ ഒരു കലവറയാണ് എൻസോജിനോൾ എന്ന് പറയുന്നത്. അപ്പം ഇത് കഴിച്ചു കഴിയുമ്പോൾ ഡയറക്റ്റ് തന്നെ ഈ ആന്റി ഓക്സിഡന്റ് കോശങ്ങളെ റിപ്പയർ ചെയ്യും. ക്യാൻസറസ് ആയിരിക്കുന്ന സെല്ലുകളെ വരെ അത് റിപ്പയർ ചെയ്യും. ഇനി റിപ്പയർ ചെയ്യാൻ കഴിയാതെ വരുന്ന സെല്ലുകളാണെന്നുണ്ടെങ്കിൽ അതിനെ ശരീരത്തിന് കട്ട് ഡൗൺ ചെയ്തിട്ട് പൂർണ്ണമായും അതിനെ വിഘടിപ്പിച്ചിട്ട് അതിൽ നിന്നും പുതിയ പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തെ സഹായിക്കും. എന്ന് പറഞ്ഞാൽ അതിനെ ദോഷകരമല്ലാതാക്കി മാറ്റാൻ സഹായിക്കുന്നതാണ് ഈ എൻസോജിനോൾ എന്ന് പറയുന്നത്. വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സ്റ്റഡീസിൽ നിന്ന് സ്റ്റഡി നടത്തിയിട്ടാണ് ഈ എൻസോജിനോൾ ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മളെ ഇന്റലക്റ്റയില് അസറോള ചെറി എക്സ്ട്രാക്ട് എന്ന് പറയുന്ന അസറോള ചെറി, അത് വിറ്റാമിൻ സിയുടെ ഒരു വലിയ കലവറയാണ്. അപ്പം 2 രീതിയിലാണ് ആന്റി ഓക്സിഡന്റ് സിസ്റ്റം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന്, ശരീരം തന്നെ ശരീരത്തിന്റെ സ്വന്തമായുള്ള ആന്റി ഓക്സിഡന്റ് പ്രിവെന്റീവ് മെക്കാനിസം ഉണ്ട്. അതിനെ ശക്തിപ്പെടുത്താനായിട്ട് ഈ അസറോള ചെറി എക്സ്ട്രാക്ട് സഹായിക്കും.
രണ്ട്, നമ്മൾ ആന്റി ഓക്സിഡന്റ് കഴിക്കുമ്പോൾ ഡയറക്റ്റ് തന്നെ ആന്റി ഓക്സിഡൻസ് പ്രവർത്തിക്കാൻ കഴിയും. ശരീരത്തിന്റെ ആന്റി ഓക്സിഡന്റ് പ്രിവെന്റീവ് സിസ്റ്റത്തിനെ ശക്തിപ്പെടുത്താൻ കഴിയും. അപ്പൊ രണ്ട് രീതിയിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. മൂന്നാമത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് സിട്രസ് ബയോഫ്ലേവനോയിഡ്സ് എന്നാണ് പറയുന്നത്. ഈ സിട്രസ് ബയോഫ്ലേവനോയിഡ്സ് ശരീരത്തിൽ കൂടുതൽ ആന്റി ഓക്സിഡൻസിനെ ഉണ്ടാക്കിയെടുക്കാനും ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ശക്തിപ്പെടുത്താനുമായി സഹായിക്കുന്ന പ്രോഡക്റ്റാണ്. അപ്പൊ ഈ 3 ഘടകങ്ങളൂടെ ചേർന്നിട്ടാണ് ഇത് ശരീരത്തിൽ പ്രവർത്തിച്ച് ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്തെടുക്കുന്നത്. ഒന്നുകൂടെ വിശദമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മളെ എൻസോജിനോൾ എന്ന് പറയുന്നത് ന്യൂസിലൻഡില് പൈൻ ബാർക്കിൽ നിന്നെടുത്തിട്ടുള്ള ഒരു എക്സ്ട്രാക്റ്റ് ആണ്. നമുക്കറിയാം പൈൻ ട്രീ എന്ന് പറയാൻ വാഗമണിലൊക്കെ പൈൻ ട്രീ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ പൊള്യൂട്ടഡ് ആണ്. കാര്യം അതിൽ ഇഷ്ടംപോലെ വാഹനങ്ങളും ഒക്കെ ആൾക്കാരും എല്ലാം ഇഷ്ടംപോലെ കയറി ഇറങ്ങി നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ ന്യൂസിലൻഡിലെ ഐലൻഡുകളിൽ യാതൊരു പൊള്യൂഷനും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വളരുന്ന പൈൻ ട്രീയുടെ ബാർക്ക് തൊലി എടുത്തിട്ട് ആ തൊലി ടൺ കണക്കിനാണ് പൈൻ ബാർക്ക് എടുക്കുന്നത്. എടുത്ത് കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്ത ഒരു സ്വല്പമാണ് എൻസോജിനോൾ കിട്ടുന്നത്. വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ്സിലൂടെയാണ് വേർതിരിച്ചെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ എൻസോജിനോളിന്റെ പരമാവധി ബെനിഫിറ്റ് ശരീരത്തിന് കിട്ടുന്നതാണ് കാണാം. ആ എൻസോജിനോൾ നമ്മൾ വേർതിരിച്ചെടുത്തിട്ടാണ് ഈ ഇന്റലക്റ്റയിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അത് ബ്രെയിൻ ഫങ്ഷൻസ്, കാർഡിയോവാസ്കുലർ ഫങ്ഷൻ, ഐ ഹെൽത്ത്, സ്കിൻ ഹെൽത്ത്, ഗട്ട് ഹെൽത്ത്, ഗ്ലൈസമിക് ഇൻഡെക്സ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. 100% ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ എല്ലാ ഓർഗൻസിനെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, നമുക്കറിയാം സ്ഥിരമായിട്ട് ഡയബറ്റിക്കിനുള്ള മെഡിസിൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സകല ഓർഗൻസിന്റെ ഫങ്ഷൻ കുറഞ്ഞു വരും. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇന്റലക്റ്റ് മസ്റ്റായിട്ട് കഴിക്കേണ്ട പ്രോഡക്റ്റാണ്. അസറുള്ള ചെറിയ എക്സ്ട്രാക്ട് നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ സിയുടെ ഒരു വലിയ കലവറയാണ്. അത് നമ്മുടെ ബോണ്, ടീത്ത്, അതുപോലെ തന്നെ നമ്മുടെ ടിഷ്യൂവിൻ്റെ ഒക്കെ ഗ്രോത്തുകൾ, നമ്മുടെ ലിഗമെന്റ്സ്, അതുപോലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇന്റലക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാൻ, ഈ ഡയബറ്റിക് വന്ന് ഈ മുറിവ് ഉണങ്ങാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ മുറിവുകൾ ഹീൽ ചെയ്യാൻ ഒക്കെ സഹായിക്കും. പിന്നെ നാച്ചുറലായിട്ട് ഉള്ള കൊളാജൻ പ്രൊഡക്ഷൻ. കൊളാജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മുഖത്തിനൊക്കെ ഷേപ്പ് നൽകുന്ന ഇതാണ് കൊളാജൻ എന്ന് പറഞ്ഞാൽ. ആ കൊളാജൻ പറയുമ്പോൾ ഇപ്പം നമുക്ക് കൊളാജൻ സപ്ലിമെന്റ് ഉണ്ട്. അപ്പൊ ഈ കൊളാജൻ പ്രൊഡക്ഷനെ സഹായിക്കുന്ന ഒരു കണ്ടന്റാണ് ഈ അസറോള ചെറിയ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും നമുക്ക് ഈ പ്രോഡക്റ്റ് ഇന്റലക്റ്റ് മസ്റ്റായിട്ട് ഉപയോഗിക്കണം. ഇപ്പൊ സിട്രസ് ഫ്ലേവനോയിഡ്സ് എന്ന് പറയും ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുള്ള ഫ്ലേവനോയിഡ്സ് ആണ്. അപ്പൊ അത് നമ്മുടെ മൊത്തത്തിലുള്ള ശരീരത്തിന്റെ പ്രിവെന്റീവ് സിസ്റ്റത്തിനെ ശക്തിപ്പെടുത്തും, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ശക്തിപ്പെടുത്തും. അപ്പൊ ശരിക്കും 3 പ്രോഡക്റ്റ് കൂടെ ചേർന്നിട്ട് വളരെ ശക്തമായ ഒരു ആന്റി ഓക്സിഡന്റ് പ്രിവെന്റീവ് സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കും. അത് വളരെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. രോഗങ്ങളിൽ നിന്നും ഏജിങ് ഉണ്ടാകുന്നതിൽ നിന്നും ഒക്കെ ഫൈറ്റ് ചെയ്യും. അപ്പം ഒരു 500 ഗ്രാം ഫ്രഷ് വെജിറ്റബിൾസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഫ്ലേവനോയിഡ്സ് നമ്മളുടെ ഈ എന്ന് പറഞ്ഞാൽ 500 ഗ്രാം പലതരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ചാൽ കിട്ടുന്ന സിട്രസ് ഫ്ലേവനോയിഡ്സ് നമ്മുടെ ഈ ഇന്റലക്റ്റേക്കായിട്ട് ഈ എൻസോജിനോളിന് പുറമെ കമ്പനി അടക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കരമായ ഹെൽത്ത് ബെനഫിറ്റ്സ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. 18 വയസ്സിന് മേളിലുള്ള ആൾക്കാർക്കാണ് കമ്പനി ഇത് അഡ്വൈസ് ചെയ്യുന്നത്. ഒരു ടാബ്ലറ്റില് രാവിലെ വെറും വയറ്റിൽ അല്ലെങ്കിൽ ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് കഴിച്ച് ധാരാളം വെള്ളം കുടിക്കാന്നുണ്ടെങ്കിൽ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള എഫക്റ്റ് ആണ്. 3 മുതൽ 6 മാസം ഇത് തുടർച്ചയായി കഴിക്കണം. അപ്പോഴാണ് ഇതിന്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്.
ഞാനാണെങ്കിൽ എല്ലാ ദിവസവും മുടങ്ങാതെ കഴിക്കുന്ന ഒരു മോഡിഗന്റെ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്റലക്റ്റ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നതിന് മുമ്പ് 2 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഇന്റലക്റ്റും കഴിച്ചും പിന്നെ ഒരു 1-2 ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ശരിക്കും ഒരു 5 വയസ്സ് ഏറ്റവും കുറഞ്ഞത് നമ്മളെ പിന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മോഡിക്കേന്റെ ഇന്റലക്റ്റ് എന്ന് പറയുന്നത്. കാര്യം ഇത് ഈ ഇന്റലക്റ്റ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഞാൻ എടുത്തു പറയാണ്, നമ്മൾ വയസ്സാകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏജ് കൂടുന്തോറും നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളുടെ റിജുവനേഷന്റെ സ്പീഡ് കുറയും. എന്ന് പറഞ്ഞാൽ 28, നമുക്കറിയാം 28 ദിവസം ഒരിക്കൽ നമ്മുടെ സ്കിന്നിന്റെ പുറത്ത് കോശങ്ങളൊക്കെ പൊളിഞ്ഞ് 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 ഇളകി ഇളകി പോയിക്കൊണ്ടിരിക്കും. ഏജ് കൂടുമ്പോൾ ഇത് സ്ലോ ഡൗൺ ആവും. 30 ദിവസമോ 40 ദിവസമോ. അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങൾ, ആ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം സ്ലോ ഡൗൺ ആവുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കോശങ്ങളുടെ റിജുവനേഷൻ സ്ലോ ഡൗൺ ആകുമ്പോഴാണ്, അവിടെ ഡാമേജ്ഡ് ആയുള്ള കോശങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്റലക്റ്റ് കഴിച്ചു കഴിയുമ്പോൾ നമ്മളെ ബ്രെയിനിലെ കോശങ്ങളും നമ്മളെ ഹാർട്ടിലെ കോശങ്ങളും സ്കിന്നിലെ കോശങ്ങളും ആർട്ടറീസിലെ കോശങ്ങളും വയറ്റിലെ കോശങ്ങളും നമ്മളെ വാസ്കുലാർ സിസ്റ്റത്തിലുള്ള മൊത്തം സിസ്റ്റത്തിലുള്ള എല്ലാ പ്രവർത്തനത്തെയും വളരെ യങ്ങാക്കി ഒരു ഒരു ചെറുപ്പക്കാരന്റെ ശരീരം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഇന്റലക്റ്റ് എന്ന് പറയുന്നത്. അപ്പം പ്രായം നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല, പക്ഷെ സ്ലോ ഡൗൺ ചെയ്യാൻ കഴിയും. സ്ലോ ഡൗൺ ചെയ്യാൻ കഴിയും. ഇപ്പൊ നമുക്ക് ഒരു 35 വയസ്സുള്ള ഒരാളിനെ കാണുകയാണെങ്കിൽ അയാളുടെ സ്കിന്നും അയാളുടെ പെർഫോമൻസും ഒക്കെ ഒരു 45-50 വയസ്സുള്ള ആളുടെ ആയിരിക്കും. 50 വയസ്സുള്ള ആളിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ 60 വയസ്സ് 70 വയസ്സുള്ള ഒരാളുടെ രീതികളായിരിക്കും. അപ്പൊ അവരുടെയൊക്കെ ശരീരത്തിൽ ധാരാളം ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നതനുസരിച്ച് നമ്മൾ ആന്റി ഓക്സിഡൻസ് കഴിച്ചാലേ അത് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റൂ. ഇപ്പം ഫ്രീ റാഡിക്കൽസിനെ നമ്മൾ ഒരു ഭീകരവാദി എന്ന് പറയാം, ആന്റി ഓക്സിഡൻസിനെ പട്ടാളക്കാരൻ എന്ന് പറയും. ഒരു 10 ഭീകരവാദികൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അതുപോലെ 10 പട്ടാളക്കാരന് വിടണം ആ 10 ഭീകരവാദികളെ കൊല്ലാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഇന്ത്യക്ക് ചെയ്യണം. അപ്പം ശരീരത്തിൽ 100ഉം 1000ഉം 10,000 ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് 10-20 പട്ടാളക്കാരെ കിട്ടിയിട്ട് കാര്യമില്ല. കാര്യം കുറെ ഭീകരവാദികൾ മാത്രമേ റെഡിയാക്കി എടുക്കാൻ പറ്റൂ. അപ്പം ആവശ്യത്തിലധികം ഈ ആന്റി ഓക്സിഡൻസ് നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു ഭീകരവാദി പോലും, എന്ന് പറഞ്ഞാൽ ഒരു ഡാമേജഡ് ആയ കോശങ്ങളെ പോലും ശരീരത്തിൽ അവശേഷിക്കാൻ സമ്മതിക്കാതെ അതിനെല്ലാം ന്യൂട്രലൈസ് ചെയ്യോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണെങ്കിൽ അതിനെ കട്ട് ഡൗൺ ചെയ്തിട്ട് റോ ആക്കി കളയും. മനസ്സിലായില്ലേ? അങ്ങനെ ശരീരത്തെ സംരക്ഷിക്കുക. അപ്പൊ ക്യാൻസർ വന്ന ആൾക്കാർക്ക് അത് വീണ്ടും വരാതിരിക്കാനും, എല്ലാ ആൾക്കാരുടെയും ശരീരത്തിൽ ക്യാൻസർസ് ആയിട്ടുള്ള കോശങ്ങളുണ്ട്. മനസ്സിലാക്കിയോ? നിങ്ങൾ യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കിയോ, എല്ലാവരുടെ ശരീരത്തിൽ ക്യാൻസർസ് ആയിട്ടുള്ള കോശങ്ങളുണ്ട്. ആ കോശങ്ങളെയൊക്കെ ന്യൂട്രലൈസ് ചെയ്ത് നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ പക്കയായി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന അൾഷിമേഴ്സ് പോലുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മളെ മുക്തി നൽകുന്ന, നമ്മുടെ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് മോഡിക്കേറിന്റെ ഇന്റലക്റ്റ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മോഡിക്കേറിൽ വന്നിട്ട് ഈ പ്രോഡക്റ്റ് കഴിക്കാതിരുന്നാൽ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണെന്ന് ഞാൻ പറയൂ. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർക്ക് നമുക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാൻ കഴിയും. ഇതൊരു സൂപ്പർ പ്രോഡക്റ്റ് ആണ്. എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക. ഇതിന്റെ MRP DP ഒന്ന് നോക്കിയത്. അപ്പം ഇത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. MRP DP ഞാൻ ഇപ്പോൾ ഉടനെ പറയാം, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. ഇനി ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള സംശയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. 1140 MRP എന്ന് പറയുന്നത്. DP എത്ര രൂപ? 875. 875.
എന്നേക്കാൾ വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം. പ്ലീസ്.